നമസ്കാരം, BK ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകുമോ? ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതായത് ഇറാൻ സ്വയം കീഴടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും അവസാന ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, 2 ആഴ്ച സമയം വേണ്ടിവരും ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ. ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കണോ വേണ്ടയോ, ഇറാനെ തിരിച്ചടിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനങ്ങളിലെല്ലാത്തിനും ഒരു 2 ആഴ്ച വേണ്ടി വരുമെന്ന് പറഞ്ഞ് ഒരു 48 മണിക്കൂർ പോലും എടുത്തില്ല. അമേരിക്കയുടെ പോർ വിമാനങ്ങൾ, അമേരിക്കയുടെ അതിശക്തമായ, ലോകത്തിൽ ആർക്കുമില്ലാത്ത തരത്തിലുള്ള സാങ്കേതികത്വമുള്ള വിമാനങ്ങളാണ് ഇറാൻ്റെ അകത്ത് കയറി ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങൾ അടിച്ച് തകർത്തത്. അതോടുകൂടി ഇറാൻ്റെ ദേഷ്യം കൂടുകയും ഇസ്രായേലിലേക്ക് ഇറാൻ്റെ അതിശക്തമായ തിരിച്ചടി നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ലോകമഹായുദ്ധത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള ഒരു കാര്യം ചിന്തിക്കുന്നത്. വേറൊന്നുമല്ല, ഇറാനെ അമേരിക്ക നേരിട്ട് ഇപ്പോൾ ഇറാനെ ആക്രമിച്ച സ്ഥിതിക്ക് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ രാജ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച്, സൗദി അറേബ്യ പോലുള്ള അറബ് രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇറാന് അത്രയ്ക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളൊന്നുമല്ല. എന്നാലും ഒരു പ്രതിഷേധമൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ടുണ്ടാകും. എന്നാലും ഇറാനെ ഒരു വലിയ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എന്നാലും ഇറാനെ വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്ന 2 രാജ്യങ്ങളുണ്ട്. ഒന്ന് റഷ്യയും ഒന്ന് ചൈനയും. കാര്യം, ഇറാനിൽ നിന്നുള്ള എണ്ണയാണ് ഏറ്റവും കൂടുതൽ വ്യാപാരമാണ് നമ്മുടെ ചൈനയിൽ നടക്കുന്നത്. അവരുടെ എണ്ണ കയറ്റുമതി കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഇത് വ്യാപാര ബന്ധം നടക്കുന്നത് ചൈനയുമായിട്ടാണ്. അതുമാത്രമല്ല, റഷ്യ യുക്രൈൻ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ കൊടുത്ത് സഹായിച്ച ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് റഷ്യക്ക് ഇറാനെ സഹായിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് എന്തായാലും റഷ്യയും ചൈനയും എന്തായാലും ഇറാൻ്റെ കൂടെ നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, കൂടെ തന്നെ നിൽക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും. പിന്നെ ഇനി വേറെ ഏത് ലോകരാജ്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്നാലും ഈ ഒരു കണ്ടീഷനിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ലോകമഹായുദ്ധത്തിന് തന്നെയാണ് സാധ്യത കൂടുതൽ. എന്തായാലും അത്രത്തോളം കാര്യങ്ങളിലോട്ട് പോവില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഒരു കണ്ടീഷനിലാണ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. നിലവിൽ നടക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ ഓരോരുത്തർക്കും ഒരു ചിന്താഗതികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെന്താണെന്നൊന്ന് കമൻറ്റിൽ കൂടെ ഒന്ന് രേഖപ്പെടുത്താവോ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.